ABC കയറുമ്പോൾ റെയിൻകോട്ട് ഇല്ലെങ്കിൽ പണി കിട്ടും. ചൊമ്പ്രോങ്ങിലാണ് ABCയുടെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. നമ്മുടെ എൻട്രി ടിക്കറ്റ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം നമുക്ക് ട്രെക്കിംഗ് ആരംഭിക്കാൻ. ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് നമ്മൾ മഞ്ഞുമലകൾ കണ്ടു തുടങ്ങി. കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു അമ്പലം കണ്ടു. ബാക്ക്ഗ്രൗണ്ടിൽ മലയും കൂടി വന്നപ്പോൾ അമ്പലം കാണാൻ സൂപ്പർ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ വണ്ടിയിൽ ഗ്യാസ് വരുമ്പോൾ ഇവിടെ കോവർ കഴുതയുടെ പുറത്താണ് ഗ്യാസ് വരുന്നത്. കുത്തേനുള്ള സ്റ്റെപ്പുകൾ കയറി കഷ്ടപ്പെട്ട് ഞങ്ങൾ അങ്ങനെ ലോവർ സിനിമയിലെത്തി. രാവിലെ ഒന്നും കഴിക്കാത്ത തന്നെ കുറച്ച് മാഗി ഉണ്ടാക്കി കഴിച്ചിട്ട് വീണ്ടും നടത്താൻ തുടങ്ങി. 10 മണിയായപ്പോൾ തന്നെ ഭയങ്കര വെയിലായി തുടങ്ങി. നിങ്ങൾ വരുമ്പോൾ എന്തായാലും സൺസ്ക്രീനും മോയ്സ്ചറൈസർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുക്കണം. അതേപോലെ കൂളിംഗ് ഗ്ലാസ് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത വില്ലേജായ ബാംബു എത്തി. അവിടെ വെച്ച് കുറച്ച് അരിയും പയറും കൂടി വേവിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞപ്പോൾ ചെറിയ പണി പാളിയോലോ തോന്നി. അരിയും പയർ എന്ത് ചെയ്താൽ വേവണ്ടായില്ല. അതിൻ്റെ കൂടെ മഴയും കാറ്റും വരുന്നു. അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ചെന്ന് കുറച്ച് സ്പൂൺ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ സ്പൂൺ എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് നേരെ ഹിമാലയ വില്ലേജിലേക്ക് വിട്ടു. ബാംബു വില്ലേജിൽ നിന്ന് ഹിമാലയ വില്ലേജിലേക്ക് 1 മണിക്കൂറാണ് കാണിക്കേണ്ടായത്. പക്ഷെ മഴ പെയ്തപ്പോൾ ട്രക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. മഴ കൂടി ഇപ്പോൾ കോട്ടിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങാനും തുടങ്ങി. പിന്നെ തണുക്കാനും തുടങ്ങി. അപ്പോഴേക്കും നടക്കാനേ പറ്റാത്ത അവസ്ഥയായി. കാരണം വെള്ളമില്ല. അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഹിമാലയ വില്ലേജിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും റെയിൻകോട്ട് കൊണ്ടുവരണം. കാരണം നേപ്പാളിലെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.